ഇന്നത്തെ അടുത്ത കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റുകളാണ്. ഒരു 3 ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റുകൾ കത്തുന്നില്ല. അപ്പോൾ ഈ ലൈറ്റിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് നോക്കണം. അതാണ് എൻ്റെ ജോലി. നമ്മളെ കൂട്ടുകാരൻ്റെ ജോലി എന്ന് പറയുന്നത് കൂട്ടുകാരനോട് ഒരു മോട്ടർ വയ്ക്കണം. മോട്ടർ അത് ഇരുന്ന മോട്ടറിൻ്റെ വെച്ചിരുന്ന ഇതിന് 3ലോട്ടും വെള്ളം ഇടാൻ വേണ്ടി വെച്ചിരുന്ന മോട്ടറായിരുന്നു. ഓക്കെ, പക്ഷേ അതിൻ്റെ ഈ വാൾവ് കംപ്ലയിൻ്റ് ആയിപ്പോയി. വാൾവിൻ്റെ ഇത് ഫുള്ള് പോയി. എന്നിട്ട് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഒന്നിനും പറ്റുന്നില്ല. അപ്പം ഇതിനെ ഫുള്ള് ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചേട്ടാ. ഇവിടെ പിന്നെ അങ്ങനെ റിപ്പയറിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ വാൾവെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ഫുള്ള് സെറ്റായിട്ട് മൊത്തത്തിൽ മാറിയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ അവാമയ്ക്ക് കംപ്ലയിൻ്റ് ആയി. അവാമയ്ക്ക് ഒരു ഹോള് വന്നു. പിന്നെ അതിന് മാറ്റിയിട്ട് അടുത്ത പ്രാവശ്യമായിട്ട് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒത്തിരി ഇച്ചിരി സോൾവൻ്റൊക്കെ ഒഴിച്ച് തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. സദിക്ക് അതെ കോയ്സ് ടെമ്പററി. ഓക്കെ, നമ്മൾ ടെമ്പററി ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നോക്കണം. അതാണ് പുള്ളിയുടെ ജോലി. പുള്ളിക്ക് ഇത്രയും കഴിയുമ്പോൾ പുള്ളിയുടെ വർക്ക് കഴിയും. ഇനി ഇതിൻ്റെയൊക്കെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ജോലിയും കഴിയും കിടക്കും. അവിടെ വെച്ച് ആ മോട്ടറിൻ്റെ സ്വിച്ചാണിത്. ആ മോട്ടറിലോട്ട് പോകുന്ന ഔട്ടാണിത്. അപ്പോൾ ഈ മോട്ടറിൽ നിന്ന് തന്നെയാണ് ഈ മോട്ടറിൻ്റെ സ്വിച്ചിൽ കൂടെ തന്നെയാണ് അവിടുത്തെ ലൈറ്റ് കൂടെ കൊടുത്തിരുന്നത്. അപ്പോൾ രണ്ടുകൂടെ ഒരുമിച്ച് ഓണാകാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിരുന്നതാണ്. ഇതാണ് അങ്ങോട്ട് പോകുന്നതിന് ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്നത്. അവിടെ പോകുന്നത് 12 വോൾട്ടാണ്. വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് 12 വോൾട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാണിപ്പം ഇളക്കി നോക്കിയിട്ട് കംപ്ലയിൻ്റൊക്കെ നോക്കി എല്ലാം റെഡിയായി. വയർ ഇച്ചിരി കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പം വയറൊക്കെ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിടാം. ഇപ്പോൾ സംഭവം ഇതിപ്പോൾ ഓക്കെയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതൊക്കെ നേരത്തെ ചെക്ക് ചെയ്ത് വെച്ചിരുന്നത് സ്പീഡ് എടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഓൺ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഇത് ഓക്കെയാണ്. ഈ ലൈറ്റ് ഓക്കെയാണ്. പിന്നെ ഇതിൽ ഒരെണ്ണം കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ. ഈ ഇരിക്കുന്ന ഒരെണ്ണം കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ അത് മേടിക്കാനായിട്ട് പോയിരിക്കുന്നു. ആ സാധനം ഫുഡ് ചെയ്ത് മേടിച്ചിട്ട് ഇതൊന്ന് ഫിറ്റ് ചെയ്യും. ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ പരിപാടി ഇന്നത്തെ കഴിയും നമ്മൾ വിശ്വസിക്കുന്നു. ചിലപ്പോഴൊക്കെ നമുക്ക് ഇതുപോലുള്ള നല്ല ദിവസങ്ങളൊക്കെ കിട്ടും കേട്ടോ. വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ല, ചെറിയ മെയിൻ്റനൻസിലൂടെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോകുന്ന ചില ദിവസങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോഴൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ജോലിക്കാരൊക്കെ അവരുടെ ജോലി കഴിഞ്ഞ് അവർ റെഡിയായി പോകാൻ വേണ്ടി നിന്നാലും നമ്മുടെ ജോലി കഴിയില്ല. നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം ചില ദിവസങ്ങളൊക്കെ. അതാണ് നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമാണെന്ന് അറിയാമല്ലോ. പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ പണി കിട്ടും. പക്ഷേ ഇന്ന് നമുക്ക് നേരത്തെ കഴിയും.